കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഇന്നൊക്കെ വിശേഷമായ ദിവസമാണ്. ഗുരുവായൂരപ്പന് ഇന്നിപ്പോൾ കലശം തുടങ്ങുകയാണ്. ഉത്സവത്തിൻ്റെ ആരംഭമായിട്ട് അത് വൈകുന്നേരമാണ്, ദീപാരാധനയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഭഗവാന് ഏറ്റവും പ്രാധാന്യമുള്ള ഉത്സവം അങ്ങനെ നടക്കുകയാണ്. ഭക്തർക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഉത്സവമല്ലേ. അപ്പോൾ അതിൻ്റെ ആ തുടക്കം ആണെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള വിഘ്നേശ്വരൻ്റെ കോവിലൊന്ന് പോയിട്ട് വിഘ്നേശ്വരനെ കണ്ട് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നേരെ ആ ഗോപുര വാതിൽ കടന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇപ്പം എന്താ വെച്ചാൽ ഫ്ലൈ ഓവറൊക്കെ മാറ്റി ഇപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് ആണ് ഫ്ലൈ ഓവറൊന്നും കയറേണ്ട. വയസ്സായ ആളുകൾക്കൊക്കെ വളരെ സന്തോഷമുള്ള സമയങ്ങളാണ്. അല്ലെങ്കിൽ ആ ഫ്ലൈ ഓവർ കയറി ഇറങ്ങുമ്പോൾ വയസ്സായ ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ മാറി ഇപ്പോൾ നേരെ അങ്ങനെ വിടുകയാണ്. കൊടിമരം വഴി വിടുന്നത് പോലെ തന്നെ ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ടൊക്കെയാണ്. തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അതേമാതിരിയാണ്. അപ്പോൾ നമ്മൾ വേഗം വാതിൽപ്പടിയുടെ അവിടെ എത്തി. വാതിൽപ്പടിയുടെ ഇവിടെ എത്തിയിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നമ്മൾ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മളവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഉടൻ നോക്കുക, മറ്റൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ആ ഭഗവാന്റെ ആ രൂപം എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് നോക്കുക. അങ്ങനെ നോക്കുന്ന ആ ഒരു ഇതിൽ അവിടുത്തെ ആ ദിവ്യ തേജസ്, അതായത് സ്വർണ്ണ വിളക്കിൽ ആ നെയ്വിളക്കിലുള്ള ആ പ്രഭ ഇങ്ങനെ നമ്മളിലേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മളങ്ങനെ നോക്കിയിട്ട് ആ ഇടതുവശത്തെ നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അതുപോലെ തൂണൊന്ന് നോക്കി തൊഴുതു. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ അതിനുശേഷം ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ കാൽത്തളകളൊക്കെ അണിഞ്ഞൊരു നല്ല ഒരു സുന്ദരനായ ഒരു കുട്ടനെ ഇങ്ങനെ കാണുകയാണ്, ഉണ്ണിക്കണ്ണൻ. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുക. അങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, പട്ടുകോണകം നല്ല ചുവന്ന പട്ടുകോണകം ഞൊറിഞ്ഞെടുത്ത്. അധികം വയസ്സൊന്നുമില്ല, ചെറിയൊരു ഉണ്ണി കേട്ടോ. ഒരു 2-3 വയസ്സൊക്കെ ഉള്ളതുകൊണ്ട്, 3-4 വയസ്സൊക്കെ അത്രേ കാണാനുള്ളൂ. അതുമാത്രമല്ല വളരെ കുസൃതിയായിട്ടുള്ളൊരു ഉണ്ണിക്കണ്ണനാണ്. വെണ്ണ കുടം ഉണ്ട് കയ്യിൽ, വലത്തെ കയ്യിൽ വെണ്ണ വാരി പോക്കുകയാണ്. വായയിലേക്ക് എത്തിയിട്ട് വായയിൽ നിറഞ്ഞ് അങ്ങനെ പുറത്ത് എന്താ പറയുക, മേലെ ആസകലം ആ വെണ്ണ ഒഴുക്കി കളഞ്ഞ് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ. എന്താ ഒരു കൗതുകം, കാണാൻ തന്നെ എന്താ രസം എന്നറിയോ. ആകെ വെണ്ണക്കണ്ണനാണ്. കയ്യിലിങ്ങനെ വെണ്ണ എടുത്ത് ആ കുടത്തിലുള്ള നിറയെ കുടത്തിൽ വെള്ള, അതൊക്കെ യശോദാമ്മയെ കാണാതെ എടുത്ത് പോകുന്നുണ്ടാവുണ്ട്. എന്നിട്ട് അതാണ് വേഗം വാങ്ങി വാരി ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയ കള്ളത്തരം ചെയ്തിട്ട് നോക്കുമ്പോൾ ഉണ്ടാവില്ലേ ചെറിയൊരു പുഞ്ചിരി, ആ പുഞ്ചിരിയാണ് ഇന്ന് മുഖത്തെ. വായയിൽ നിറച്ച് വെണ്ണയാണ്, എന്നാലും ആ വെണ്ണ കണ്ണൻ ഇങ്ങനെ അമ്മ വരുമ്പോഴേക്കും അതൊക്കെ വേഗം കഴിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. നേദ്യമൊക്കെ കിട്ടിച്ചാലും ഇതിൻ്റെ ആ ഒരു ത്രില്ല് വേറെയാണല്ലോ. അതാണ് ഇപ്പം ഇന്ന് ആ ശ്രീലകത്ത് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മുഖത്ത് വളരെ വിശാലമായ പുഞ്ചിരിയെന്ന് പറഞ്ഞ മാതിരി നല്ല രസമായ പുഞ്ചിരി. അങ്ങനെ തിരുനെറ്റിയിൽ ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ചെവിയിൽ ചെവിപ്പൂക്കളുണ്ട്, കൈവളകൾ, തോൾവളകൾ ഒക്കെ കാണാനുണ്ട്. മാറത്തൊരു മാങ്ങാമാല കാണാനുണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്. അങ്ങനെ 2 മാലകൾ കാണാനുണ്ട്. പിന്നീട് നോക്കുമ്പോൾ ആ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ, 3 തിരുമുടിമാലകൾ കാണാനുണ്ട്. തെച്ചിയും തുളസിയും ആയിട്ടുള്ള ഒരെണ്ണവും, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള ഒരെണ്ണവും, ഒരു താമര
ആയിട്ടുള്ളൊരു മാല. അങ്ങനെ 3 തിരുമുടി മാലകളുണ്ട്. അതേപോലെ 2 ഉണ്ടമാലകൾ കാണാനുണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവാണ് കൂടുതൽ. ഇപ്പോൾ വെളുത്ത പൂവ് കിട്ടുന്ന സമയമാണ്, വളരെ കൂടുതൽ വെളുത്ത പൂവാണ്. പിന്നെ തെച്ചിയും തുളസിയായിട്ടുള്ള ഒരു ഉണ്ടമാലി, 2 ഉണ്ടമാലയുണ്ട്, 3 തിരുമുടിമാല ഉണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കിയാലോ ഒരു 4-5 തുളസിമാലയും താമരമാലയും ഒക്കെ ആയിട്ട് വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. വളരെ വളരെ മനോഹരമായ ഒരു അതായത് നമ്മളെ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇപ്പോൾ അതിലും കൂടുതൽ മുൻപൊക്കെ ആളുകൾ പറഞ്ഞിരുന്നത് ഇതൊക്കെ എത്രയും കാണുമെന്ന്. അപ്പോൾ നമുക്ക് കാണും, പക്ഷേ ഇപ്പോൾ പൊതുവെ എല്ലാ ഭക്തർക്കും അതിങ്ങനെ തെളിഞ്ഞ് കാണും എന്നുള്ള തരത്തിലാണ്. കാരണം എന്താ വെച്ചാൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ആ വെളുത്ത കുമ്മായൊക്കെ അടിച്ച് അതിൻ്റെ അതിൻ്റെ മുകളിൽ നെയ്വിളക്കിൻ്റെ ശോഭ ഇങ്ങനെ വരുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുന്ന, കുറച്ച് കണ്ണിന് കാഴ്ച കമ്മിയുള്ള ആളുകൾക്ക് പോലും വളരെ ദൂരം നിന്ന് പോലും നന്നായിട്ട് കാണുന്ന തരത്തിലാണിപ്പോൾ. അപ്പോൾ നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ആ വെണ്ണക്കണ്ണൻ്റെ. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ തിരുനടയിൽ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് നമ്മളിപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഏത് സമയത്താണ് കേട്ടാലും ഇപ്പോൾ കേൾക്കുമ്പോൾ ഇനി എപ്പോൾ കേൾക്കുകയാണെങ്കിലും ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് എത്തും. എന്നിട്ട് ആ രൂപം ഒന്ന് മനസ്സിലങ്ങോട്ട് കണ്ടാൽ മതി. അപ്പോൾ ആ കളഭാലങ്കാരം കാണുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് തൊഴുക. കാരണം എന്താ വെച്ചാൽ അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നു. അതേപോലെ ഉഷപൂജയ്ക്ക് ഗണപതി ഹോമമൊക്കെ നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമായതുകൊണ്ട് എന്തായാലും നമ്മൾ തൊഴണം. അതിനുശേഷം അഗ്നി കൊണ്ടുള്ള ആ ഒരു കല്ല് കാണാം. അത് അഗ്നി ബലി തൂവുന്ന കല്ല്. അത് കഴിഞ്ഞ് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ആ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ കണ്ട് തൊഴുതു സരസ്വതി ദേവിനെ നോക്കി തൊഴുകയാണ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതൊക്കെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോരുമ്പോൾ ആ ചെറിയ ഗണപതിനെ വീണ്ടും കണ്ടു. അതിനുശേഷം ആ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കണ്ടു. മേൽശാന്തി റൂമിൻ്റെ അവിടെ നിന്ന് മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അത് കഴിഞ്ഞാൽ വീണ്ടും വാമനാവതാരം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷം അത് കാണാം. അതേപോലെ ഗരുഡൻ്റെ പുറത്തിങ്ങനെ സഞ്ചരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപം കാണാം. പിന്നീട് അനന്തശായിയായി അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. നിറയെ തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ടെന്ന് അവിടെ. അതിനുശേഷം വീണ്ടും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബാക്കിയുള്ള ദശാവതാര രൂപങ്ങളായ ശ്രീരാമചന്ദ്രൻ, അതേപോലെ ബലരാമൻ, ഭാർഗവരാമൻ, അങ്ങനെയൊക്കെയുള്ള ആ കൽക്കി ഒക്കെയുള്ള കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെ കണ്ട് തൊഴാം. അങ്ങനെ അതിനുശേഷം ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് തൊഴാം. നല്ല വെറ്റിലമാല ചാർത്തിയിട്ടുണ്ട്, നാരങ്ങമാലയും ചാർത്തിയിട്ടുണ്ട്, നിറയെ കുങ്കുമമുണ്ട്. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ.
അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുതു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പതുക്കെ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് ആ കോവിലിൻ്റെ ആ ഓവിൻ്റെ അവിടേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് നമ്മളിനി ചിന്തിക്കുന്നത്, നമ്മളെ താമരക്കണ്ണനെ കാണണ്ടേ, ഗ്രില്ലിനപ്പുറത്ത് പോകണോന്ന്. അപ്പോൾ ഗ്രില്ലിനപ്പുറത്ത് പോകണ്ട, ഗ്രില്ലിനപ്പുറത്ത് മാറി. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, ഇന്നലെ പറയാൻ വിചാരിച്ചു, പക്ഷെ ഇന്നലെ പറ്റിയില്ല. അത് കാരണം ഇന്ന് പറഞ്ഞു, ആ താമരക്കണ്ണൻ ആ തിരുമൊഴി തുറന്ന് നമുക്ക് ദർശനമേകാൻ വേണ്ടി ഗ്രില്ലിന് ഇപ്പുറത്തേക്ക്, ആ വടക്കേ നടയുടെ ഭാഗത്തേക്ക്, അതായത് പടിഞ്ഞാറേ നടയിൽ നിന്ന് ദർശനം കഴിഞ്ഞിങ്ങനെ ഒരു കോണിൻ്റെ അവിടെ എത്തുമ്പോൾ ആ ഒരു ഫില്ലറിൻ്റെ തൊട്ട് ആ താഴെയായിട്ടാണ് ആ താമരക്കണ്ണനുള്ളത്. ഇപ്പോൾ ഭക്തർക്ക് ഇനി ഗ്രില്ല് തുറന്ന് കിട്ടിയില്ല, കണ്ടില്ല എന്നൊന്നും പറയണ്ട, നേരെ കാണാം. അപ്പോൾ ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം, വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ ആ ഓവ് നോക്കി തൊഴാം. പിന്നെ ആ ഗ്രില്ലിനുള്ളിലേക്ക് കടന്നാൽ നമ്മുടെ മണിക്കിണർ കാണാം. അതുപോലെ ആ നൃത്ത അറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ പൊന്നുണ്ണിയെ കണ്ട്, നൃത്തം ചെയ്യുന്ന പൊന്നുണ്ണിയെ കണ്ട് തൊഴുത് നമ്മൾ നേരെ തിരിച്ചിങ്ങനെ വരുമ്പോൾ വടക്കേ നടയിൽ എത്തുന്നതിന് മുന്നേ ആ കുറൂരമ്മേനെയും നാരദരെയും കൃഷ്ണാട്ടം അതേപോലെ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി നേരെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാൻ പോവാം. ഇടത്തരികത്ത് കാവിലെ ഭഗവതിയാണെങ്കിലോ വളരെ സന്തോഷമാണ്. എന്താ വെച്ചാൽ ഇപ്പുറത്തുനിന്ന് ഉത്സവം തുടങ്ങല്ലേ, അപ്പോൾ വളരെ സന്തോഷമാണ്. ആങ്ങളയ്ക്ക് ഉത്സവം തുടങ്ങുമ്പോൾ കാണാൻ ഒരു സന്തോഷമല്ലേ, അതാണ് ഇപ്പം ഇന്നത്തെ ഭഗവതിക്ക് ഏറ്റവും സന്തോഷമുള്ള സമയമാണ്. അപ്പോൾ നമ്മളെ ഭക്തരെയൊക്കെ നന്നായിട്ട് അനുഗ്രഹിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. അതിനുശേഷം കുറച്ചിങ്ങോട്ട് പോന്നാൽ കോർണറിലെത്തിയ ഒന്നിങ്ങനെ തിരിഞ്ഞിട്ട് മമ്മിയൂരപ്പനെ ഒന്ന് നോക്കാം. മമ്മിയൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ശ്രീലകത്തേക്ക് നോക്കിയ നമ്മുടെ ആ പൊന്നുണ്ണിക്കണ്ണൻ, ആ വെണ്ണക്കണ്ണൻ, കുസൃതിക്കണ്ണനെ ഒന്നുകൂടി കണ്ട് തൊഴാം. അതിനുശേഷം അവിടെ നിന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി കൂത്തമ്പലത്തിലേക്ക് ഒന്ന് നോക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ അയ്യപ്പസ്വാമിയുടെ അവിടെ എത്തി ഒന്ന് അയ്യപ്പസ്വാമീനെ കണ്ടു തൊഴാം. അവിടെ ഇന്ന് വളരെ രസമായിട്ട് സന്തോഷമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒക്കെ എല്ലാവർക്കും ഉത്സവമായപ്പോഴേ, ഭഗവാൻ ഉത്സവമായപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ എല്ലാവരും നല്ല പ്രസാദ ഭാവത്തിലാണ്. എല്ലാ ഭക്തരെയും നല്ല പ്രസാദത്തോടു കൂടി അനുഗ്രഹിക്കുന്ന ആ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ആ പടിഞ്ഞാറ നടയിലേക്ക് എത്തുകയാണ്. പടിഞ്ഞാറ നടയിലെത്തിയിട്ട് ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ വേണുഗോപാല സ്വരൂപം കാണാം. അതൊന്ന് നോക്കി തൊഴുക. പിന്നെ പുറകിലേക്ക് ഒരു ലേശം മാറി നിന്നിട്ട് നോക്കിയാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപം കാണാം. എല്ലാവരും ഇന്നും നമ്മളെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു തൊഴുതു. എന്നെ ശ്രവിക്കുന്ന ഏത് സമയത്താണോ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണെന്ന് സ്വയം അങ്ങോട്ട് ചിന്തിച്ച് അങ്ങനെ ഭഗവാനെ സ്മരിക്കുക. ആ രൂപത്തെ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.